പ്രിയ സ്നേഹിതരെ, പ്രഭാതത്തിൽ, അതായത് സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു രീതി നമ്മളിൽ മിക്ക പേർക്കുമുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, അതൊരു നല്ല ശീലമാണ്. ആ ശീലമുള്ളവർ പലരുമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അവർ രാത്രിയിൽ വളരെയധികം സമയം ഇരുന്ന് പഠിക്കുന്നത് കൊണ്ട് പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ അവരോട് എഴുന്നേൽക്കണം എന്നൊരു ആവശ്യപ്പെട്ടാൽ അവർക്കതിന് കഴിയാറില്ല. കാരണം വളരെ കുറച്ച് സമയം മാത്രമേ അപ്പോഴത്തേക്ക് അവരുടെ ഉറക്കം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ സ്കൂളിലോ കോളേജിലൊക്കെ പോകണം എന്നുള്ളത് കൊണ്ട് അവർ എങ്ങനെയെങ്കിലുമൊക്കെ എഴുന്നേറ്റ് ഒരുങ്ങി സ്കൂളിലേക്ക് പ്രഭാതത്തിൽ പോകുന്ന ഒരു രീതിയുണ്ട്. ഞാൻ മിക്കപ്പോഴും കണ്ടിട്ടുള്ളത്, ഞാൻ പ്രഭാതത്തിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, പ്രത്യേകിച്ച് വേനൽക്കാലമാണെങ്കിൽ, ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ കിരണങ്ങൾ എൻ്റെ കിടപ്പുമുറിയുടെ ജനൽ കൂടെ അകത്തേക്ക് വരുന്നത് എനിക്ക് വ്യക്തമായി കാണാൻ കഴിയും. എന്നാൽ മഴക്കാലമോ കാർമേഘമുള്ളപ്പോഴോ തണുപ്പ് കാലമാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് അല്പം കഴിഞ്ഞായിരിക്കും സൂര്യൻ്റെ കിരണങ്ങൾ എൻ്റെ മുറിക്കകത്തേക്ക് വരുന്നത്. ഞാൻ പറയാൻ വരുന്നത്, ഈ സൂര്യൻ രാവിലെ ഉദിക്കുമെന്നും അതിൻ്റെ കിരണങ്ങൾ ഞാൻ പാർക്കുന്ന ഇടത്ത് വരുമ്പോൾ അവിടെയുള്ള ഇരുട്ട് മാറി വെളിച്ചമാകുമെന്നും, അന്നേ പകൽക്കാലം എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചല്ലേ നമ്മൾ തലേദിവസം രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്നത്. എന്നാൽ എന്താണൊരു ഉറപ്പ് ഈ സൂര്യൻ ഉദിക്കുമെന്ന്? ഞാനാണോ ഈ സൂര്യനെ നിയന്ത്രിക്കുന്നത്? ഞാൻ പറയുന്നതനുസരിച്ചാണോ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ? അല്ലല്ലോ. എന്നാൽ ഈ സൂര്യൻ നാളെ ഉദിക്കുമെന്നും അതിൻ്റെ കിരണങ്ങൾ വരുമ്പോൾ പ്രഭാതമാകുമെന്നും ഇരുട്ട് മാറും വെളിച്ചമാകും എന്നൊക്കെ ഞാൻ തലേ ദിവസം കിടന്നുറങ്ങുമ്പോൾ കാണുന്നില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കാണാതെ തന്നെ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. എന്നാൽ പലരും പറയുന്നത്, കണ്ടാലേ വിശ്വസിക്കൂ, തെളിവുണ്ടെങ്കിലേ വിശ്വസിക്കൂ. കാരണം ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, തെളിവുണ്ടാകണം എങ്കിലേ ആ പറഞ്ഞ കാര്യം സത്യമാണെന്നും ശരിയാണെന്നും മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നാണ് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ കാണാതെ തന്നെ പല കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തെ വിശ്വസിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നത്, ദൈവമുണ്ടെന്ന് എങ്ങനെ അറിയാം? ഈ ദൈവം ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് എന്താണ് തെളിവ്? തെളിവ് കൊണ്ടുപോവാ, എങ്കിൽ മാത്രമേ ഞാൻ ദൈവത്തെ വിശ്വസിക്കൂ. അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് കാണിച്ചു തന്നാൽ, എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അംഗീകരിക്കൂ എന്ന് പറയുന്ന പലരുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഒരാൾ ഇങ്ങനെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു ഉദാഹരണം, എനിക്ക് ഒരു കാറ് ഇല്ല എന്ന് സങ്കല്പിക്കുക. എനിക്ക് കാറില്ലാതിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് എനിക്ക് കാറുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവിടെ എൻ്റെ മുറ്റത്ത് കാറ് കിടപ്പുണ്ട് എന്നങ്ങ് വിശ്വസിക്കും. എന്നിട്ട് രാവിലെ കതക് തുറന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടെ കാറുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം ശരി. കാർ അവിടെ ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചത് തെറ്റാണ് എന്ന് ഒരാൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ ആ ആളിനോട് ഈ സൂര്യൻ ഉദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണല്ലോ, ഞാൻ കാണാതെ തന്നെ പല കാര്യങ്ങളും വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം സമ്മതിക്കാനിടയായി. അതായത് എൻ്റെ മുൻ പരിചയം കൊണ്ട്, അനുഭവം കൊണ്ട്, അറിവ് കൊണ്ടൊക്കെ നാം പല കാര്യങ്ങളും കണ്ടിട്ടില്ലെങ്കിലും അത് അങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഉറയ്ക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവത്തെക്കുറിച്ചും, ദൈവത്തെ കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ. എൻ്റെ കണ്ണുകൊണ്ട് കാണണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, ഞാൻ ഈ പറയുന്ന ദൈവം, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം അദൃശ്യനായ ദൈവമാണ്, കാണാൻ കഴിയാത്തതാണ്. എന്നാൽ ഈ പ്രകൃതിയെയും ഈ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അതാണ് ദൈവം, അതാണ് യഥാർത്ഥ ദൈവം.
ആ ദൈവത്തിന് നമ്മുടെ കഴിവിനേക്കാൾ കൂടുതൽ കഴിവുണ്ടായിരിക്കണം. സകലത്തെയും സൃഷ്ടിക്കാൻ കഴിയുന്നതായിരിക്കണം, സകലത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്നതായിരിക്കണം. ഏത് ഭാഷയിലുള്ളവരും ഏതൊരു ജീവിയും ഈ ദൈവത്തോട് ചോദിച്ചാൽ ദൈവത്തിന് ആ ജീവിക്ക് വേണ്ടത് കൊടുക്കുവാൻ കഴിയുന്നവനായിരിക്കണം. ഇങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ ദൈവമായിട്ട് കാണേണ്ടത്. ഇനി മനുഷ്യരുടെ കാര്യം എടുത്താലും ഏത് ഭാഷയിലും ഏത് ഗോത്രത്തിലും ഏത് ദേശത്തുള്ളവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് സംസാരിച്ചാൽ കേൾക്കുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ഒരു ശക്തിയാണ് ദൈവം. അങ്ങനെ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അങ്ങനെ ദൈവത്തെയാണ് ഞാൻ ദൈവമായി കാണുന്നത്. അത് ഇന്നുവരെയും എൻ്റെ ജീവിതാനുഭവത്തിൽ അത് യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇനി കാണാതിരിക്കുന്ന ദൈവത്തെ കാണത്തക്കവണ്ണം ദൈവം ഭൂമിയിലേക്ക് അവതരിച്ചു എന്ന് പല മതഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. വേദപുസ്തകത്തിൽ പറയുന്നു, അദൃശ്യനായ ദൈവത്തെ കാണാൻ തക്കവണ്ണം ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യ അവതാരം എടുത്തു വന്നു എന്ന് പറയുന്ന ഭാഗം വേദപുസ്തകം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ദൈവികത്വവും നിറഞ്ഞവനായി ഈ ഭൂമിയിൽ ജനിച്ചു ജീവിച്ചു എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വ്യക്തിയുടെ പേര് യേശു എന്നാണ്. പലപ്പോഴും പലർക്കും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യം കൂടിയാണ് എങ്ങനെയാണ് ഈ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്നും അത് യേശു ആണെന്നും എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്ന് പലരും ചോദിക്കാറുണ്ട്. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.